Hi, dear students. How are you? Are you keeping fine? In the chapter Amigo Brothers by Perry Thomas, we have discussed the Amigo Brothers' preparations for fighting. As the two climbed into the ring, the crowd exploded with a roar. Antonio and Felix both bowed gracefully and then raised their arms in acknowledgement. Antonio tried to be cool. He turned slowly to meet Felix's eyes, looking directly into his. Felix nodded his head and Antonio responded. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. അമിഗോ ബ്രദേഴ്സ് എന്ന പെരി തോമസിൻ്റെ പാഠഭാഗത്ത് നാം അവസാനമായി ചർച്ച ചെയ്തത് സുഹൃത്ത് സഹോദരന്മാരായ അന്റോണിയോ ക്രൂസിൻ്റെയും ഫെലിക്സ് വർഗാസിൻ്റെയും ബോക്സിങ്ങിനുള്ള തയ്യാറെടുപ്പുകളാണ്. വേദിയിൽ കയറിയ രണ്ട് താരങ്ങളും പരസ്പരം വന്ദിക്കുകയും ഒപ്പം ആവേശഭരിതരായ കാണികളെ നമിക്കുകയും ചെയ്തുകൊണ്ട് കൈ ഉയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ജനങ്ങൾ ആവേശത്തിമർപ്പിലാണ്. അന്റോണിയോ പരമാവധി ശാന്തശീലനാവാൻ ശ്രമിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തലകുലുക്കിക്കൊണ്ട് അവർ യുദ്ധത്തിനുള്ള പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ് പരസ്പരം അറിയിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നാം പുതിയ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇനി അനൗൺസ്മെൻറ്റിൻ്റെ സമയമായി. രണ്ടുപേരും റിങ്ങിൽ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അനൗൺസർ വേദിയിൽ അഥവാ ബോക്സിംഗ് റിങ്ങിൽ എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ആ അനൗൺസ്മെൻറ്റ് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും ടെക്സ്റ്റിലേക്ക് ശ്രദ്ധിക്കുക. First paragraph. Bong, bong, bong. The roar turned to stillness. Ladies and gentlemen, the announcer spoke slowly. Now is the moment we have all been waiting for, the main event between two fine young Puerto Rican fighters. In this corner, weighing 134 pounds, Felix Vargas, and in this corner, weighing 133 pounds, Antonio Cruz. The winner will represent the boys club in the Tournament of Champions. The Golden Gloves. There will be no draw. May the best man win. ഈ പാരഗ്രാഫിൻ്റെ മലയാളം നമുക്ക് ശ്രദ്ധിക്കാം. ബോക്സിംഗ് റിങ്ങിൽ അന്റോണിയോയെയും ഫെലിക്സിനെയും കണ്ട് ആവേശത്താൽ ആർത്തിരമ്പിയ ജനങ്ങളുടെ ശബ്ദം പെട്ടെന്ന് ശാന്തമായി. വേദിയിൽ അനൗൺസ്മെൻറ്റ് തുടങ്ങി. മാന്യമഹാജനങ്ങളെ, ആകാംക്ഷയുടെ മണിക്കൂറുകൾ അവസാനിക്കുന്നു. നിങ്ങളേവരും കാത്തിരുന്ന നിമിഷമിതാ സമാഗതമായിരിക്കുന്നു. ബോക്സിംഗ് റിങ്ങിൽ രണ്ട് കോമളന്മാരായ പോർട്ടോറിക്കൻ ചെറുപ്പക്കാർ പോരാട്ടത്തിനായി തയ്യാറായിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നത് 134 പൗണ്ട് ഭാരമുള്ള
ഫെലിക്സ് വർഗാസും. ഈ വശത്ത് നിൽക്കുന്നത് അവൻ്റെ എതിരാളിയായ അന്റോണിയോ ക്രൂസും ആണ്. അവന് 133 പൗണ്ട് ഭാരവുമുണ്ട്. ഈ പോരാട്ടത്തിലെ വിജയിയായിരിക്കും നമ്മുടെ നാട്ടിലെ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആവേശകരമായ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുക. ഇവിടെ നടക്കുന്നത് ഒരു എലിമിനേഷൻ മത്സരമാണ്. ഇവിടെ ഒരിക്കലും സമനിലയില്ല. ഏറ്റവും മികച്ച പോരാളി വിജയിക്കട്ടെ. നെക്സ്റ്റ് പാരഗ്രാഫ്. The cheering of the crowd shook the window panes of the old buildings surrounding Tompkins Square Park. At the center of the ring, the referee was giving instructions to the youngsters. Keep your punches up. No low blows. No punching on the back of the head. Keep your heads up. Understand? Let's have a clean fight. Now shake hands and come out fighting. Both the youngsters touched the gloves and nodded. They turned and danced quickly to their corners. ഈ പാരഗ്രാഫിൻ്റെ മലയാളം ശ്രദ്ധിക്കൂ. ടോംകിൻസ് സ്ക്വയർ പാർക്കിലാകെ ജനങ്ങളുടെ ആർപ്പുവിളി കൊണ്ട് പ്രതിധ്വനിച്ചു. ബോക്സിംഗ് റിങ്ങിൻ്റെ മധ്യഭാഗത്ത് 2 ചെറുപ്പക്കാർക്കും റഫറി മത്സരത്തിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേൾക്കുന്നില്ലേ നിങ്ങൾ? മുകൾ ഭാഗത്തോട്ട് മാത്രം ഇടിക്കുക, താഴോട്ടിടിക്കാൻ പാടില്ല. തലയ്ക്ക് പിറകെ ഇടിക്കാൻ പാടുള്ളതേയല്ല. തല എപ്പോഴും ഉയർത്തി വയ്ക്കുക. മനസ്സിലായോ? വളരെ നല്ല ഒരു ബോക്സിംഗ് മത്സരമാണ് നമുക്ക് വേണ്ടത്. നാം അതാണ് പ്രതീക്ഷിക്കുന്നത്. പരസ്പരം 2 പേരും കൈകൊടുത്ത് പോരാട്ടത്തിനായി തയ്യാറായിക്കൊള്ളൂ. അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും അവരുടെ ഗ്ലൗസ് ധരിച്ച കൈമുഷ്ടികൾ കൊണ്ട് പരസ്പരം സ്പർശിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടി. അവിടെ നിന്ന് തിരിഞ്ഞ് ഡാൻസ് സ്റ്റെപ്പ് വെച്ച് അവരവരുടെ സ്ഥാനത്തേക്ക് മാറി നിന്നു. റൗണ്ട് 1. Felix and Antonio turned and faced each other squarely in a fighting pose. Felix wasted no time. He came in fast, head low, half hunched towards his right shoulder, and lashed out with a straight left. He missed a right cross as Antonio slipped the punch and countered with 3 lefts that snapped Felix's head back, sending a mild shock coursing through him. If Felix had any small doubts about their friendship affecting their fight, it was being neatly dispelled. Antonio's left hand was like a piston pumping jabs, one right after another, with seeming ease. Felix bobbed and weaved and never stopped boring in. He knew that at long range he was at a disadvantage. Antonio had too much reach on him. Only by coming in close could Felix hope to achieve the dreamed of knockout. ഫെലിക്സും അന്റോണിയോയും അവരവരുടെ സ്ഥാനത്ത് നിന്ന് ഫൈറ്റിംഗ് പോസിൽ തയ്യാറെടുത്ത് നിൽക്കുന്നു. ഫെലിക്സ് ഒട്ടും സമയം പാഴാക്കിയില്ല.
വലത് തോളിനോട് തല അല്പം ചേർത്തുകൊണ്ട് അതിവേഗതയിൽ അവൻ മുന്നോട്ട് കുതിച്ചു. ഫെലിക്സിനു നേരെ അതിശക്തമായ നീക്കമാണ് അവൻ നടത്തിയത്. തങ്ങൾക്കിടയിൽ ഈ ഫൈറ്റിംഗ് ഞങ്ങളുടെ സൗഹൃദത്തെ ബാധിക്കുമോ എന്നുള്ള ചിന്തകളൊന്നും കടന്നു വന്നില്ല. അന്റോണിയോയുടെ ഇരുമ്പ് പോലുള്ള ഇടംകൈ കൊണ്ടുള്ള അതിശക്തമായ ഇടിയിൽ നിന്ന് ഫെലിക്സ് പലതവണ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഫെലിക്സിനെ ആദ്യ റൗണ്ടിൽ തന്നെ നോക്കൗട്ടിലൂടെ ഇടിച്ചു വീഴ്ത്താൻ അന്റോണിയോയുടെ ശ്രമം തികച്ചും ആശ്ചര്യജനകമാണ്. അവൻ നല്ല മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്നു. രണ്ടുപേരും പരസ്പരം നിലത്തടിക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ആദ്യ റൗണ്ടിൽ അന്റോണിയോ പരമാവധി മികച്ച മുന്നേറ്റത്തിനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഫെലിക്സ് അവൻ്റെ ശക്തമായ ഇടതുകയ്യൻ ഇടികളിൽ നിന്ന് തെന്നിമാറാൻ ശ്രമിക്കുന്നതും അതിനോട് കിടപിടിക്കുവാൻ തന്നെക്കൊണ്ടാവും വിധം ശ്രമിക്കുന്നതും ഈ മത്സരത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ്. Antonio knew the dynamite that was stored in his amigo brother's fist. He ducked a short right and missed a left hook. Felix trapped him against the ropes just long enough to pour some punishing rights and lefts to Antonio's hard midsection. Antonio slipped away from Felix, crashing two lefts to his head, which set Felix's right ear ringing. Felix walked briskly back to his corner. Antonio gracefully danced his way towards his സ്റ്റൂൾ. ഈ പാരഗ്രാഫിൻ്റെ മലയാളം ശ്രദ്ധിക്കൂ. തൻ്റെ സുഹൃത്തായ ഫെലിക്സിൻ്റെ മുഷ്ടിയിൽ ഒളിഞ്ഞിരിക്കുന്ന അപാരമായ കരുത്തിനെക്കുറിച്ച് അന്റോണിയോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. എതിർവശമുള്ള കയറിനോട് ചേർത്ത് ഫെലിക്സ് അന്റോണിയോയെ ഇടിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അന്റോണിയോ അതിൽ നിന്നും കുതറിമാറി തന്ത്രപൂർവമായ ഒരു നീക്കത്തിലൂടെ അപ്രതീക്ഷിതമായി അവൻ ഫെലിക്സിൻ്റെ മൂക്കിന് ആഞ്ഞിടിച്ചു. ഒരു ചെറിയ മുന്നേറ്റം നടത്തിയതിൻ്റെ ആഹ്ലാദത്തിമർപ്പിൽ അന്റോണിയോ ഡാൻസ് സ്റ്റെപ്പ് ചെയ്ത് അവൻ്റെ സ്വന്തം സ്ഥാനത്തേക്ക് മാറി. ഫെലിക്സ് ആവട്ടെ അവൻ്റെ സ്ഥാനത്തേക്കും മാറിക്കഴിഞ്ഞു. റൗണ്ട് 2. Felix was off his stool and rushed to Antonio like a bull, sending a hard right to his head. Antonio heart sent back a blurring barrage of lefts and rights that only meant pain to Felix. Felix bobbed and weaved, occasionally punching his two gloves together. Antonio waited for the rush that was sure to come. Felix closed in and feinted with his left shoulder and threw a right instead. Right to the body
lefts to the head. Neither fighter was giving an inch. Suddenly, a short right caught Antonio squarely on the chin. His long legs turned to jelly, and his arms failed out desperately. Felix, grunting like a bull, threw wild punches from every direction. Antonio, groggy, bobbed and weaved, evading most of the blows. Suddenly his head cleared. His left flashed out hard and straight, catching Felix on the bridge of his nose. ഇതിൻ്റെ മലയാളം ശ്രദ്ധിക്കൂ. റൗണ്ട് 2. ഫെലിക്സ് വളരെ ആവേശപൂർവം അന്റോണിയോക്ക് നേരെ കാളക്കൂറ്റനെപ്പോലെ ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങി. അന്റോണിയോ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്തു. ഒന്നാം റൗണ്ടിൽ തനിക്കുണ്ടായ ചെറിയ പാകപ്പിഴവുകൾ തിരുത്തുവാൻ ഫെലിക്സ് ശ്രമിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ലേ? രണ്ട് ബോക്സർമാരും ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാത്ത പോരാട്ടമാണ് നടത്തുന്നത്. ചിലപ്പോൾ അവരുടെ ഇടിയിൽ പരസ്പരം അവരുടെ കൈമുഷ്ടികൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും കേൾക്കാം. അതിനിടയിൽ വളരെ പെട്ടെന്ന് ഫെലിക്സ് അന്റോണിയോയുടെ താടിക്ക് ശക്തമായി ഇടിച്ചു. ഹോ, എന്തൊരിടി! അവൻ്റെ കാൽ കുഴയുന്നത് പോലെ തോന്നി. കൈകൾ തൂങ്ങിപ്പോയതുപോലെ തോന്നി. നിമിഷങ്ങൾക്കുള്ളിൽ തലകുലുക്കി മൂഡ് ക്ലിയറാക്കുകയും ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ പാലത്തിൽ അതിശക്തമായി തിരിച്ച് ഇടിക്കുകയും ചെയ്യുന്നു. ഓരോ ഇടി നടക്കുമ്പോഴും ജനക്കൂട്ടം കടൽ പോലെ ആർത്തിരമ്പിക്കൊണ്ടിരുന്നു. അവരുടെ ആവേശം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ്. ഒരു വശത്ത് അവൻ്റെ പരിശീലകരിയ്ക്കുന്നു. രണ്ടാം റൗണ്ട് അവസാനിച്ചപ്പോൾ രണ്ടു പേരും അവരവരുടെ സ്ഥാനത്തിരുന്ന് എല്ലാവരോടുമായി പുഞ്ചിരിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. ദി റഫറി signaled the ring doctor to check the fighters out. He did so and then gave his okay. The cold water sponges brought clarity to both amigo brothers. They were rubbed until their circulation ran free. അതെ, രണ്ടാം റൗണ്ടിൽ അതിശക്തമായ പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. ഒന്നാം റൗണ്ടിൽ അന്റോണിയോ ഇത്തിരി മികച്ചവനായെങ്കിലും രണ്ടാം റൗണ്ടിൽ തിരിച്ചടിച്ചുകൊണ്ട് ഫെലിക്സിൻ്റെ ആവേശഭരിതമായ ബോക്സിംഗ് ആണ് നമ്മൾ കണ്ടത്. റഫറി ഫൈറ്റേഴ്സിനെ പരിശോധിക്കാൻ റിംഗ് ഡോക്ടറോട് ആവശ്യപ്പെട്ടു. എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്? ചെക്ക് ചെയ്യൂ. ഡോക്ടർ ഓടിയെത്തി. അദ്ദേഹം പരിശോധിച്ച് വീണ്ടും തയ്യാറാകാൻ പറഞ്ഞു. രണ്ടുപേരും വീണ്ടും തയ്യാറെടുത്തു. സ്പോഞ്ചിൽ മുക്കിയ തണുത്ത വെള്ളം കൊണ്ട് അവരെ തുടച്ചു. നന്നായി ഉരസി തുടച്ചു. ഇരുവരുടെയും മനസ്സും ശരീരവും വീണ്ടും ഉന്മേഷമുള്ളതായി മാറി. ക്ഷീണം മാറി. ഇവരുടെ രണ്ടുപേരുടെയും രക്തചംക്രമണം നേരെയാകുന്നതുവരെ അവരെ മസാജ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇനി റെഡിയാണ്. അടുത്ത റൗണ്ടിലേക്ക് പോകാം. റൗണ്ട് 3. ദി ഫൈനൽ റൗണ്ട്. Up to now it had been tic-tac-toe, pretty much even, but everyone knew there could be no draw and that this round would decide the winner. കഴിഞ്ഞ രണ്ട് റൗണ്ടിലും അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും
ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിയത്. കഴിഞ്ഞ റൗണ്ടുകളിൽ ഒരുപോലെ പോരാടി അവരിതാ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ സമനിലയില്ല എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഈ അവസാന റൗണ്ട് തീരുമാനിക്കും ആരാണ് വിജയി എന്ന്, അല്ലേ? ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് ജനങ്ങളിതാ എത്തിച്ചേരുന്നു. ബോക്സിംഗ് താരങ്ങളാകട്ടെ അവരുടെ മനസ്സിനെ അല്പം കൂടി കടുപ്പിച്ചുകൊണ്ട് മത്സരത്തിനായി തയ്യാറെടുത്ത് നിൽക്കുന്നു. വിജയം എനിക്ക് വേണം, വിജയം എനിക്ക് വേണം എന്ന് ഓരോ താരത്തിൻ്റെയും ഉള്ളിൽ ആവേശഭരിതമായി അറിയാതെ മന്ത്രങ്ങൾ ഉരുവിട്ട് തുടങ്ങി. നെക്സ്റ്റ് പാരഗ്രാഫ്. This time, to Felix's surprise, it was Antonio who came out fast, charging across the ring. Felix braced himself but couldn't ward off the barrage of punches. Felix tapped his gloves and commenced his attack anew. Antonio, throwing boxes, caution to the winds, jumped in to meet him. Both pounded away. Neither gave an inch and neither fell to the canvas. They fought toe to toe. The sounds of their blows were loud in contrast to the silence of a crowd gone completely mute. The referee was stunned by their savagery. അതെ, അതാണ് സംഭവിക്കുന്നത്. ആവേശഭരിതമായ ഫൈനൽ റൗണ്ടിൽ ഇരു താരങ്ങളും അവരുടെ ബോക്സിങ് കടുപ്പിക്കുകയാണ്. ഫെലിക്സിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അന്റോണിയോ റിങ്ങിലൂടെ അതിശക്തിയായി എതിരാളിയെ ഇടിക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഒട്ടും വൈകാതെ ഫെലിക്സും അവൻ്റെ ആക്രമണ പരമ്പര തുടങ്ങിക്കഴിഞ്ഞു. രണ്ടു പേരും ശക്തമായ ഇടിയിൽ മുഴുകുന്നു. ഒരാളും ഒരിഞ്ച് പോലും ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. അതിശക്തമായ ഇടി. ആരും തന്നെ ക്യാൻവാസിൽ വീണില്ല. പരസ്പരം നിലത്തടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. ജയിക്കാൻ വേണ്ടി രണ്ടു പേരും ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടു പേരുടെയും ഇടിയുടെ ശബ്ദം ഉച്ചത്തിലായി. ജനക്കൂട്ടം തികച്ചും നിശബ്ദരായി മാറി. ആകാംക്ഷയിലാണ് ഏവരും. ഏവരുടെയും ഹൃദയമിടിപ്പ് കൂടുന്നു. ബോക്സിംഗ് റിങ്ങിൽ ഒരു തരത്തിലുള്ള മനുഷ്യത്വവുമില്ല. ഫ്രണ്ട്സാണെന്നുള്ള തോന്നൽ പോലുമില്ല. മുമ്പ് കണ്ടവരാണെന്നുള്ള തോന്നൽ പോലുമില്ല. എന്തൊരു ശക്തമായ ഇടിയാണ് അവിടെ നടക്കുന്നത്. അവരെല്ലാം മറന്നു. എനിക്ക് ജയിക്കണം. ബോക്സിംഗ് മാത്രമേ അവരുടെ മനസ്സിലിപ്പോഴുള്ളൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടം. എത്രമാത്രം അപരിഷ്കൃതമായ പോരാട്ടം. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ മതിമറന്നിടിക്കാമോ? റഫറി പോലും അത്ഭുത സ്തബ്ധനായി നിൽക്കേണ്ടി വന്നു. ലാസ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കൂ. The bell sounded over and over again. Felix and Antonio were past hearing. Their blows continued to pound on each other like hailstones. Finally, the referee and the two trainers pried Felix and Antonio apart. Cold water was poured over them to bring them back to their senses. They looked around and then rushed toward each other. A cry of alarm surged through
Tompkins Square Park. Was this a fight to the death instead of a boxing match? The fear soon gave way to wave upon wave of cheering as the two amigos embraced. No matter what the decision, they knew they would always be champions to each other. ഈ പാരഗ്രാഫിൻ്റെ മലയാളം ശ്രദ്ധിക്കൂ. മൂന്നാം റൗണ്ടിൽ അതിശക്തമായ പോരാട്ടമാണ് രണ്ടുപേരും നടത്തിയിരിക്കുന്നത്. പരസ്പരം മറന്നുകൊണ്ട് അവർ പോരടിച്ചു. ജനങ്ങളാകെ അത്ഭുത സ്തബ്ധരായി മാറി. എന്തിനധികം ഈ അപരിഷ്കൃതമായ പോരാട്ടം കണ്ട് റഫറി പോലും അന്ധാളിച്ചു. മൂന്നാം റൗണ്ട് അവസാനിച്ചതിൻ്റെ മണി മുഴങ്ങി. പിന്നെയും പിന്നെയും മണിയടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വെറുതെയായിരുന്നു. ഇരുവരും അത് കേട്ടതേയില്ല. അവരുടെ മത്സരത്തിൻ്റെ ആവേശത്തിൽ അവർ അതും മറന്നുപോയി. ആലിപ്പഴങ്ങൾ വീഴുന്നത് പോലെ പരസ്പരം അവർ ഇടിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ റഫറിയും രണ്ട് പരിശീലകരും ഓടി റിങ്ങിലേക്ക് വന്ന് അന്റോണിയോ ക്രൂസിനെയും ഫെലിക്സ് വർഗാസിനെയും ശക്തമായി പിടിച്ചു മാറ്റി. ഇരുവരുടെയും ശരീരത്തിൽ തണുത്ത വെള്ളമൊഴിച്ചു. വീണ്ടും വെള്ളമൊഴിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് ബോധം തിരിച്ചു കിട്ടി. അപ്പോഴാണ് ഞങ്ങൾ ബോക്സിംഗ് റിങ്ങിലാണെന്നുള്ള കാര്യം പോലും അവർക്ക് ഓർമ്മ വന്നത്. അവർ ചുറ്റിലും നോക്കി. നൂറുകണക്കിന് കാണികളിരിക്കുന്നു. രണ്ടുപേരും ഓടിയടുത്തു. ടോംകിൻസ് സ്ക്വയർ പാർക്കിൽ ജനങ്ങളുടെ ഭയത്തോടെയുള്ള അലർച്ച ഉയർന്നു. എന്താണ് ജനങ്ങൾ ഭയക്കുവാൻ കാരണം? ഇത്രയും അടുത്ത ആത്മമിത്രങ്ങൾ അങ്ങനെ ഈ ബോക്സിംഗ് റിങ്ങിൽ ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നത്? എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത്? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആര് ജയിക്കും? യഥാർത്ഥത്തിൽ ഇത് ഒരു ബോക്സിംഗ് മാച്ച് ആണോ? അതല്ല ഒരു ജീവൻ മരണ പോരാട്ടമാണോ? മരണം സംഭവിക്കുമോ? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ചിന്തിച്ച ജനങ്ങൾ ആകെ ഭയചകിതരായി. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. രണ്ടു പേരും റിങ്ങിൽ പരസ്പരം ഓടിയെത്തി പഴയതുപോലെ സുഹൃത്തുക്കളായി കെട്ടിപ്പിടിച്ചു. അപ്പോൾ മാത്രമാണ് ജനങ്ങൾക്കൊരു നേരിയ ആശ്വാസമുണ്ടായത്. അവരുടെ മനസ്സിൽ നിന്ന് ഭയം പതുക്കെ അകന്നു തുടങ്ങി. അവർക്ക് ആശ്വാസം ലഭിച്ചു. അവർ സന്തോഷിച്ചു, ആർപ്പു വിളിച്ചു. മത്സരത്തിൻ്റെ വിധി എന്തായാലും അവർക്കൊന്നുമില്ല. ഫെലിക്സ് അന്റോണിയോയെയും അന്റോണിയോ ഫെലിക്സിനെയും ചാമ്പ്യനായി പരസ്പരം അംഗീകരിച്ചു കഴിഞ്ഞു. അതാണ് അവർക്ക് രണ്ടുപേർക്കും വേണ്ടത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി അവസാന പാരഗ്രാഫ് ശ്രദ്ധിക്കൂ. എന്താണ് സംഭവിച്ചത്? എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? അനൗൺസർ കടന്നു വന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, the winner and representative to the Golden Gloves Tournament of Champions is. The announcer turned to point to the winner and found himself alone, arm in arm. The champions had already left the ring. എങ്ങനെയാണ് ഈ മത്സരം അവസാനിച്ചത്? അനൗൺസർ കടന്നു വന്നു. ആവേശത്തോടെ അദ്ദേഹം അനൗൺസ്മെൻറ്റ് തുടങ്ങി. ശ്രദ്ധിക്കൂ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മാന്യമഹാജനങ്ങളെ, ഇത്ര നേരവും ജനങ്ങളെ ഇളക്കി മറിച്ച് അത്ഭുത സ്തബ്ധരാക്കിയ ഈ രണ്ട് ചെറുപ്പക്കാർ എന്തു ചെയ്തു? ഈ മത്സരത്തിലെ വിജയിയും ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ബോയ്സ് ക്ലബിനെ
പ്രതിനിധീകരിക്കുന്ന വ്യക്തിയുമായ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ അനൗൺസർ രണ്ടുപേരെയും നോക്കി. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അനൗൺസർ മാത്രമായിരുന്നു ആ വേദിയിലുണ്ടായിരുന്നത്. അന്റോണിയോയും ഫെലിക്സും പരസ്പരം കൈകോർത്ത് പിടിച്ച് ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് ആ റിങ്ങിൽ നിന്ന് ചാമ്പ്യന്മാരെ പോലെ പോയിട്ടുണ്ടായിരുന്നു. അതിശയകരം, അതിശയകരം. വിധി എന്താവട്ടെ, ആര് വിജയിക്കട്ടെ, ബോക്സിങ്ങിൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ചാമ്പ്യന്മാരായി അംഗീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ജേതാക്കളാണ്. അത് അംഗീകരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പഴയതുപോലെ സുഹൃത്തുക്കളാണ്. ഒരിക്കലും മത്സരത്തെ ശത്രുവായി കാണുന്നില്ല. പഴയതുപോലെ തന്നെ ഞങ്ങൾ സുഹൃത്ത് ബന്ധം സൂക്ഷിക്കും. എല്ലാ മത്സരങ്ങളെക്കാളും ഉപരി സൗഹൃദ ബന്ധമാണ് വലുത്. മത്സരങ്ങൾ മാത്രമായി കാണുക. എന്നാൽ എല്ലാത്തിനുമുപരി സൗഹൃദ ബന്ധമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. ക്ഷമയാണ്, പരസ്പര സ്നേഹമാണ് എല്ലാ ബന്ധങ്ങളെയും ഊട്ടിയുറപ്പിക്കുന്നത് എന്ന വലിയ സന്ദേശം നൽകി ആ രണ്ട് ബോക്സിംഗ് താരങ്ങളും വേദിയിൽ നിന്ന് കൈകോർത്തുകൊണ്ട് സ്വയം ചാമ്പ്യന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന അതിശയകരമായ കാഴ്ചയാണ് നമുക്ക്, അല്ലെങ്കിൽ കാണികൾക്ക് കാണേണ്ടി വന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, ഈ പാഠം, ആവേശകരമായ ഈ സന്ദർഭം, ഈ ബോക്സിംഗ് മത്സരം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, അമിഗോ ബ്രദേഴ്സ് എന്ന ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. വിനീത് തോമസിൻ്റെ സ്പോർട്സ് സ്പിരിറ്റ് നിറഞ്ഞ ഈ ഒരു പാഠം നമുക്കേവർക്കും അത്യധികം ആവേശം പകർന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പാഠഭാഗങ്ങൾ പഠിച്ചുകൊണ്ട്, അതിൻ്റെ മലയാളം ശ്രദ്ധിച്ചുകൊണ്ട്, അതിലെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചുകൊണ്ട് നന്നായി പഠിക്കുവാൻ ശ്രമിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരിക്കലും മറക്കരുത്. തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്.